ബീഹാറിലെ വൻ വിജയം ബി ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അവിടെ വിജയിച്ചവരുടെ ചരിത്രം. 2 MMSകൾ വൈറലായ ഒരു വ്യക്തി ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. സീതാമണ്ഡിയിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥി സുനിൽ കുമാർ പിന്റു. അദ്ദേഹത്തിന്റെ MMSകൾ വൈറലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ ബീഹാറിൽ തന്നെയാണ് മൈഥിലി താക്കൂറും വിജയിക്കുന്നത്. അവർ അലിനഗറിന്റെ പേര് മാറ്റി സീതാനഗർ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ബീഹാറിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ ഇതേ തെരഞ്ഞെടുപ്പിൽ KC സിൻഹയും മത്സരിച്ചിരുന്നു. അദ്ദേഹം ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. 70-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. IIT വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാണ് IIT പരീക്ഷ പാസ്സാവുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റു. അദ്ദേഹത്തിന് വെറും 15,000 വോട്ട് മാത്രമാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥിക്ക് അവിടെ 1 ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിച്ചു. അതായത് ഏകദേശം സിൻഹ തോറ്റത് 80,000-ലധികം വോട്ടുകൾക്കാണ്. KC സിൻഹയെ പോലെയുള്ള ഒരു വിദ്യാസമ്പന്നൻ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും 2 MMSകൾ വൈറലായ ഒരു വ്യക്തി വിജയിക്കുകയും ചെയ്യുന്നിടത്ത് ജനാധിപത്യം തോൽക്കുകയാണ്. ഇവരെയൊക്കെ 10,000 രൂപയ്ക്ക് വേണ്ടി വിജയിപ്പിച്ച് ജനാധിപത്യത്തിൽ തന്നെ ഒറ്റിക്കൊടുത്ത ബീഹാറിലെ സ്ത്രീകളെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. എന്താണെങ്കിലും MMS വൈറൽ പിന്റുമോനും ബ്ലൂ പ്രിന്റ് ബ്ലൂ ഫിലിം ആക്കിയവരും മാത്രമല്ല വിജയിച്ചിരിക്കുന്നത്. അനന്ത്കുമാർ സിംഗും നരേന്ദ്രകുമാർ സിംഗും ഒക്കെ വിജയിച്ച കൂട്ടത്തിലുണ്ട്. ഇവർ രണ്ടുപേരും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇതിനു പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ADR റിപ്പോർട്ട് പ്രകാരം ക്രിമിനൽ കേസുകൾ, അതായത് പെണ്ണുപിടി, കൊലപാതകം പോലെയുള്ള കേസുകൾ ഉള്ള സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത 15.3% ആയിരിക്കുമ്പോൾ ക്ലീൻ ഇമേജ് ഉള്ള വിദ്യാഭ്യാസമുള്ള സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത വെറും 4.4% മാത്രമാണ്. അതായത് ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ കേസുകളില്ലാത്ത സ്ഥാനാർത്ഥികളെക്കാൾ ഏകദേശം 3 മടങ്ങ് വിജയ സാധ്യത കൂടുതലാണ്. ഇത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ADRന്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആഘോഷിക്കപ്പെടുന്ന വിജയങ്ങൾ എപ്പോഴും നല്ലതാണെന്നുള്ള തോന്നല് വേണ്ടേ വേണ്ട.